وأن المساجد لله فلا تدعوا مع الله أحدا وأنه مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Our Father in heaven, hallowed be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive us sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om Yonda Pravishya Mama Vajamimam Prasuptam Sanjeevayatyagila Shakti Dharaswadhamna Anyam Shahasta Charana Shravanatpagadi Pranan Namo Bhagavate Purushaya Tubhyam Pranan Namo Bhagavate Purushaya Tubhyam. വളരെ സന്തോഷം നൽകുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. ഒരു വിശുദ്ധ ഗേഹം കൂടി, ഒരു ദേവാലയം കൂടി നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശ്വരൻ്റെ ഭവനം, അള്ളാഹുവിൻ്റെ ഭവനം എന്നൊക്കെയാണ് നമ്മൾ മസ്ജിദുകളെ കുറിച്ച് പറയാറ്. ആ വിളിപ്പേര് അല്ലെങ്കിൽ ആ ഒരു അടയാളം, ആ അടയാളപ്പെടുത്തലുകൾ എല്ലാ അർത്ഥത്തിലും കൃത്യമാക്കുക എന്നുള്ളതാണ് വിശ്വാസികളായ ഓരോരുത്തരുടെയും കടമയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് കണ്ണുണ്ടാകുകയോ ദൈവത്തിന് നമ്മളെപ്പോലെ കാതുണ്ടാകുകയോ നമ്മളെപ്പോലെ അവയവങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് കോട്ടമാണ്, ദൈവത്വത്തിനെതിരാണ്. മനുഷ്യൻ്റെ രൂപത്തിലല്ല ദൈവം, മനുഷ്യൻ്റെ കോലത്തിലേക്ക് ഒരുങ്ങലല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ രൂപവും ഭാവവും നമുക്കറിയില്ല, നമുക്കത് കണ്ടാൽ മനസ്സിലാവില്ല. കണ്ടാൽ മനസ്സിലായാൽ ദൈവമല്ലാതെയായിട്ട് മാറും. നമ്മളിപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ആന പോണത് കണ്ടു, ഒരു ലോറിയിൽ ഒരു ആന പോകുന്നു. അത് ആനയാണെന്ന് എനിക്ക് കണ്ടതിന് രൂപം കണ്ടതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാള പോലെ, ഒരു പശുവാണോ കാളയാണോ എന്ന് ആദ്യം മനസ്സിലായില്ല. അടുത്തെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി ലോറിയിലേക്ക്, ഒരു ഗുഡ്സിൽ. അപ്പോൾ മനസ്സിലായി അത് കാളയാണ്. കാരണം എനിക്ക് കാളയുടെ ലക്ഷണം എനിക്കറിയാം. ഇതുപോലെയല്ല ദൈവം. ഏതെങ്കിലും രൂപത്തിൽ, ഏതെങ്കിലും ഭാവത്തിൽ പ്രകടമാകുന്നതിനെ നമ്മൾ ദൈവമെന്ന് വിളിക്കരുത്. ദൈവം അനന്തമാണ്. ദൈവത്തിൻ്റെ രൂപമൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല. മനുഷ്യ മനസ്സിന് മനസ്സിലാകാത്തതിനും അപ്പുറത്താണ് ദൈവത്തിൻ്റെ മഹിമ. അപ്പോൾ അത്തരം മഹിമയുള്ള ദൈവത്തിന് ഈ ലോകത്തിൽ ഒരു ഭവനം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് തെറ്റാണ്. കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല ദൈവത്തിൻ്റെ മഹിമ. എന്നാൽ മറ്റൊരർത്ഥത്തിൽ അത് പരിപൂർണമായും ശരിയുമാണ്. കാരണം ദൈവത്തെ സ്മരിക്കുന്നിടത്ത്, ദൈവത്തിൻ്റെ നന്മകൾ ഉദ്ഘോഷിക്കുന്നിടത്ത്, ദൈവത്തിനെ കുറിച്ച് സംസാരിക്കുന്നിടത്ത്, ദൈവത്തിനെ സ്മരിക്കുന്നിടത്തൊക്കെ ദൈവത്തിന് പ്രത്യേകമായി ഒരു സാമീപ്യമുണ്ടാകാനുള്ള സാധ്യത എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമൂഹ്യപരതയാണ് അതിനെ മറ്റു മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത്. വ്യക്തിപരമായുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും എപ്പോഴും സമൂഹമായി ജമാഅത്തായിട്ട് ചെയ്യുമ്പോഴാണ് പല കാര്യങ്ങളും പൂർണ്ണമാകുന്നത്. 40 പേരെങ്കിലും കൂടിയിട്ട് വേണം ഒരു ജുമാ നമസ്കാരം നടത്താൻ. 40 പേര് ചില ഇടങ്ങളിൽ തികയില്ല.
അപ്പം അതിനൊന്നും ജമാഅത്ത് പള്ളിയാക്കി ചിലർ അംഗീകരിക്കൂല, അല്ലെങ്കിൽ അവിടെ ജുമാ നമസ്കാരം നടക്കൂല. കാരണം എന്താ? ഈ 40 പേര് ഒരു മനസ്സോടുകൂടി ഒന്നിച്ചു വന്ന് ഒരേപോലെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് അവിടെ ഉണ്ടാകപ്പെടേണ്ടുന്നതായ ഒരു ഡൈനാമിസം. ഇനി മലയാളം എന്നാ പറയാൻ എനിക്കറിയില്ല. അതിൻ്റെതായ ഒരു ചില സംഗതികൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു 10-40 പേരെങ്കിലൊക്കെ ഉണ്ടാവണം. എന്നാൽ വ്യക്തിപരമായും നമുക്ക് ആരാധനകൾ പറഞ്ഞപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ഗ്രൂപ്പായി കൊണ്ട്. ജുമായ്ക്ക് മാത്രമേ ഇപ്പൊ 40ന്റെ ഒരു നിയമം പറഞ്ഞിട്ടില്ലെങ്കിലും 1-2 പേര്, ഇപ്പൊ 2 പേരാണെങ്കിലും അവരൊന്നിച്ച്, ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലുള്ളവർ മറ്റു നമസ്കാരങ്ങളൊക്കെ നിലനിർത്തുക എന്നത്, അതാണ് ഇതിന്റെ ഒരു ഭംഗി. അതാണ് ഇസ്ലാമിന്റെ മഹത്വവും, അതാണ് ഇസ്ലാമിന്റെ ഒരു കെട്ടുറപ്പും, അതാണ് ഇസ്ലാമിനെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ഒരു സാഹോദര്യം, ഈ ഒരു സമത്വം, ആ ഇഖ്വാനിയത്ത്, ആ ഒരു ബ്രദർഹുഡ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത്, അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കുന്നത്. ഓരോ ദേവാലയങ്ങളും നമ്മളോട് പറയുന്നത്, ഓരോ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു മറ്റു പല മത പുരോഹിതന്മാരെക്കാൾ കൂടുതൽ കേരളത്തിൽ പള്ളി ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ടതും പങ്കെടുത്തതും ഞാനാണെന്ന് തോന്നുന്നു. കാരണം ചിലവരൊക്കെ അതാത് വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ വിളിക്കുള്ളൂ. എന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും സുന്നിയുടെ EKയുടെ AP ഒക്കെ വിഭാഗത്തിൽ ഇതൊന്നും ഇല്ലാതെ താഴോട്ട് പോയ ദക്ഷിണ ഉലുമേന്റെ ആളുകളും സമസ്തയും സംസ്ഥാനയും 2 സമസ്തകളും സംസ്ഥാനവും ഒക്കെ വിളിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധം ഈ കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലത്ത്, 4-5 അല്ല, ഒരു 10 വർഷത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളികളുടെ എല്ലാം ആ ദിവസം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അവിടെ ആ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണാറുണ്ട്. കാരണം ഈ ഉദ്ഘാടനത്തിനൊരു പ്രത്യേകതയുണ്ട്. എനിക്കൊക്കെ ചെറുപ്പത്തില് എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്നൊരു കഥയല്ല, ഒരു സംഗതി. പുതിയ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ആരാധനാലയത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്ക് അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. അമ്മമ്മേൻ്റെതായ ഒരു നാട്ടു നടപ്പാണ്. അതിന് എത്രത്തോളം മതപരമായ അടിസ്ഥാനങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ചെറിയ കുട്ടി എന്നുള്ള നിലയിൽ ഒരു പുതിയ അമ്പലത്തിലേക്ക് പോരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ആരാധനാലയത്തിൽ, അത് ഞങ്ങളുടെയൊക്കെ ഒരു വളർച്ചയുടെ ഭാഗമായി ഞങ്ങൾ ഏത് ആരാധനാലയത്തിലേക്കും പോകുമ്പോൾ ഞങ്ങൾ പുതിയതായ ഒരു വരം, അല്ലെങ്കിൽ പുതിയതായ ഒരു തേട്ടം, പുതിയതായ ഒരു പ്രാർത്ഥന ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ അമ്മമ്മ ശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വലുതായപ്പോൾ കുറച്ചൊക്കെ വിവരം വെച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് അമ്പലത്തിൽ പോയാൽ മാത്രമേ ഇതുള്ളൂ? പറഞ്ഞു അതല്ല, മോൻ ഇഷ്ടമുള്ള ഏത് ആരാധനാലയങ്ങളും, അത് മസ്ജിദ് ആകട്ടെ, ചർച്ച ആവട്ടെ, എവിടെ ചെന്നാലും പ്രാർത്ഥിച്ചോളൂ, നല്ലതല്ലേ? ദൈവത്തോട് നന്മ അല്ലേ പ്രാർത്ഥിക്കുന്നത്? ഞാൻ എപ്പോഴും ഞങ്ങൾ എന്ത് വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഒരു പുതിയ മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആ ഒരു കുട്ടി മനസ്സിൽ ഞാൻ ഇവിടെ വരുമ്പോ എൻ്റെ അമ്മമ്മ പറഞ്ഞ പോലെ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടാവുക? ഒരു സന്യാസി എന്ന നിലയിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും വേണോ വെച്ചാൽ വേണ്ടാന്നല്ലാതെ വേണമെന്നത് വരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സന്യാസിക്ക് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാനൊന്നുമില്ല അവനവന് വേണ്ടി. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്, ഇങ്ങനെയുള്ള ദൈവിക ഭവനത്തിന്റെ മുമ്പിൽ ആദ്യമായി ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളത്, ദൈവമേ ലോകത്തിന് സമാധാനം ഉണ്ടാക്കണേ, ലോകത്തിലുള്ളവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയില്ലാതെ, ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട്, ആ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ വയലൻസിലേക്ക് പോകാതെ, അക്രമത്തിലേക്ക് പോകാതെ ദൈവമേ സമാധാനം ഉണ്ടാവണേ. ആ സലാമിന് വേണ്ടിയിട്ടാണ് ശരിക്കും പ്രാർത്ഥിക്കുക. ഇന്നും ഞാനിവിടെ വന്നപ്പോൾ, ആദ്യമായിട്ട് പള്ളി കണ്ടപ്പോൾ ഒരു നോട്ടം അങ്ങോട്ട് നോക്കി. ഇവിടെ ചടങ്ങുകൾ തുടങ്ങിയിരുന്നു, തങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയാണ്. തങ്ങളെ വിളിച്ചത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ വേഗം ഓടി വരികയാണ്. അവിടത്തേക്കൊന്ന് നോക്കി ഒരു സങ്കല്പം, ദൈവമേ ഞങ്ങൾക്കൊക്കെ സമാധാനം തരണം, ലോകത്തിന് സമാധാനം നൽകണം.
ഇത് ഞാൻ പറയാൻ കാരണം ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിൽ അവന്റെ അമ്മമ്മ കയറ്റിക്കൊടുത്ത ഒരു ചടങ്ങാണ്. ദൈവത്തെ ഒരു ആലയം കാണുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രത്യേകം എന്തെങ്കിലും ചോദിക്കാനുണ്ടാവണം. അത് സമൂഹ നന്മയ്ക്കാവണമെന്ന് ഞാൻ പിന്നീട് തീരുമാനിച്ചു. ഓരോ കെട്ടിടങ്ങൾ അത് വെറും കെട്ടിടങ്ങളല്ല, ഈശ്വരീയമായ സാന്നിധ്യങ്ങളും ഈശ്വരന്റെ അനുഗ്രഹങ്ങളും ഈശ്വരന്റെ നന്മയും ബർക്കത്തും ഒക്കെ ഉണ്ടാകുന്ന ഇടമായിട്ടാണ് നമ്മളൊക്കെ പള്ളികളെ കാണുന്നത്. എന്നാൽ അങ്ങനെ പള്ളികളെ കാണാത്ത ചില വിഭാഗങ്ങൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. അത് വെറും ഒരു കെട്ടിടമായി കാണുന്ന സംവിധാനങ്ങളുണ്ട്, അതിലും തെറ്റൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവം പ്രത്യേകമായി ഇഷ്ടപ്പെടുന്ന ഒരു ഇടമായിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മളുടെ കാലഘട്ടം എന്ന് ആവശ്യപ്പെടുന്നത്. നമുക്കൊക്കെ അറിയാം എത്രത്തോളം നമ്മളൊക്കെ ഭിന്നിപ്പിക്കാമോ അത്രയും ഭിന്നിപ്പിക്കാനാണ് ഇന്നത്തെ ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടേക്കോ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രസംഗം ഞാൻ ഏകദേശം തുടങ്ങിയിട്ട് ഒരു 50 വയസ്സോളം ആയി. 50 വയസ്സായപ്പോൾ എനിക്ക് 40 വയസ്സിലാണ് ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ തുടങ്ങുന്നത്. അതിൽ തന്നെ 42-ന് ശേഷമാണ് സ്ഥിരമായി, 42 വയസ്സിന് ശേഷമാണ് സ്ഥിരമായി പ്രഭാഷണങ്ങളൊക്കെ പോയി തുടങ്ങിയത്. ഒരു 5-8 വർഷം മുമ്പേ ഞാൻ പറയാറുള്ള ഒരു കാര്യം, ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മുന്നോട്ട് പോകുന്നത്. നമ്മളെയൊക്കെ ആരോ അദൃശ്യമായി നിയന്ത്രിക്കുന്നു. ദൈവത്തിനും ദൈവത്തിന്റെ ദീനിനും അതിനെ വരെ ഹൈജാക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ എത്ര പേർക്ക് അറിഞ്ഞുകൂടാ, ഇപ്പൊ കുറെ ഫയൽസുകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. എപ്സ്റ്റീൻ ഫയലുകൾ അല്ലേ? അതിനെ കുറിച്ചൊക്കെ പറയാതെ ഈ പള്ളിയുടെ ഒന്നും മഹാത്മാക്ക് പറഞ്ഞു തീരാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് ഞാനതൊന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഒരു ദ്വീപുണ്ട് അത്രേ, അതൊരാളുടെ ഉടമസ്ഥയിലുള്ള അയാളുടെ പേരാണ് എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആൾ. ആ ദ്വീപില് വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. എനിക്കും നമുക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. അമേരിക്കയുടെ പ്രസിഡന്റ്, സൗദി അറേബ്യയിലെ രാജകുമാരൻ, അങ്ങോട്ട് ട്രംപ്, ഇവര് ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആളുകൾക്ക് മാത്രം അവിടെ പ്രവേശനം. 10,000 ഏക്കർ 30,000 ഏക്കർ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ വലിയ എയർപോർട്ടൊക്കെ ഉണ്ട്, പ്രൈവറ്റ് ജെറ്റുകൾ വന്നു പോകുന്നു. എന്നാൽ അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, ചെറിയ കുഞ്ഞുങ്ങൾ, അവരെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുക, ബലാത്സംഗം ചെയ്യുക, എന്നിട്ട് അവിടെ കുരുതി കൊടുക്കുക, ബലി കൊടുക്കുക. ബലി കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യണം? അത് ചുട്ടു തിന്നണം. അങ്ങനെ കുട്ടികളെ ചുട്ടു തിന്നുക. ഇതൊക്കെ നടക്കുന്ന കാലഘട്ടം. അതിനല്ലേ ആദിവാസികളാ ചെയ്യുന്നത്, അല്ലെങ്കിൽ വിവരമില്ല എന്നൊക്കെ പണ്ട് കാലത്തൊക്കെ കേട്ടിരുന്നൊന്നുമല്ല. ഈ കാലഘട്ടത്തിലും നമ്മളെയൊക്കെ ഭരിക്കുന്നു എന്ന് പറയുന്ന ലോകത്തിന്റെ വലിയ വലിയ നേതാക്കന്മാരുടെ കഥയാണ് ഈ പറയുന്നത്. അവിടെ ഒരു ഫയലിൽ കാണുന്നത് കഅബ ദേവാലയത്തിൽ മൂടുന്ന ആ ഒരു കറുത്തൊരു തുണി, അത് കൊല്ലത്തിലൊരിക്കലാ മാറ്റിയെന്നാ പറയാ. അതൊരു വലിയ ആവേശമാണ്. അത്രയും തുണി നെയ്തുണ്ടാക്കി ഓരോ വർഷത്തെയും ആ കഅബ ദേവാലയം മൂടുന്ന ആ തുണിയൊക്കെ അവർ വളരെ പരിശുദ്ധമായി പല ഇടങ്ങളിലേക്കും പല പള്ളികളിലേക്കും കൊടുത്തയക്കും. അതൊക്കെ ലേലം ചെയ്ത് വാങ്ങാൻ അവിടെ ആളുകളുണ്ട്. കൊല്ലത്തിലൊരിക്കലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മളൊക്കെ ബുക്ക് ചെയ്താൽ കിട്ടിക്കോളണം നിർബന്ധമൊന്നുമില്ല. അതേതെങ്കിലും വലിയ രാജ്യത്തിന്റെ ഗ്രാൻഡ് മസ്ജിദിലേക്കോ ഗ്രാൻഡ് മോസ്കിലേക്കൊക്കെയാണ് അത് കൊടുക്കുക. അല്ലെങ്കിൽ അതിനൊക്കെ ചില നിബന്ധനകളുണ്ട്. അതങ്ങനെ എല്ലാവർക്കും എടുത്തു കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. പഴയത് മാറ്റിയാൽ ഈ പറയുന്ന കഅബ ദേവാലയത്തിന്റെ തുണി പോലും അവിടുത്തെ ചവിട്ടി പോലെ ഇട്ടിരിക്കുകയാണ്. അതിലൂടെ ചവിട്ടി അല്ലാഹ് മുഹമ്മദ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഖുർആൻ ആയത്തുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ചവിട്ടാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇട്ടിരിക്കുന്നത്. ഈ പറയുന്ന ദ്വീപിലെ വലിയ കൊട്ടാരത്തിൽ ഈ തോന്നിവാസങ്ങളൊക്കെ നടക്കുന്നവർക്ക്, അതായത് മതങ്ങളെ എത്രത്തോളം പുച്ഛിക്കാൻ പറ്റുമോ, മതങ്ങളെ എത്രത്തോളം മോശമാക്കാൻ പറ്റും, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ അവകാശവാദം ഉന്നയിക്കുകയല്ല. എന്റെയൊക്കെ 8 വർഷം മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ, ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത ആളായതുകൊണ്ട് എനിക്ക് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല എന്റെ വീഡിയോ എവിടെ കിടക്കണേ. ആരൊക്കെയോ പറയാറുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കാണാറുണ്ട്. നമുക്ക് യൂട്യൂബ് അറിയില്ല, ഒന്നും അറിയില്ല. ഇത് തന്നെ ലൈവ് കൊണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊന്നും ഞാനായിട്ട് ലൈവ് ഇടാറില്ല. എന്നാൽ ചിലവർ പറഞ്ഞു നിങ്ങൾ അന്ന് പറഞ്ഞ വീഡിയോ ഇപ്പൊ കിടക്കുന്നുണ്ട്.
കാരണം എന്താ? മതങ്ങളെ ഇല്ലാതെയാക്കാൻ എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളുള്ള ഒരു കാലഘട്ടമാണ്. അതെല്ലാ മതങ്ങളെയും ഞാനതിൽ പ്രത്യേകം പറയും, ഇസ്ലാമിനെ വളരെ പേടിയാണ് അവർ. കാരണം ഇസ്ലാം അതിൻ്റെ നൈർമല്യത്തോടുകൂടി അതിൻ്റെ എല്ലാ നന്മയോടും കൂടി ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റു പലതിൻ്റെയും അവസാനം. മറ്റു പലർക്കും ഇങ്ങനെയുള്ള ചില വേണ്ടാധീനങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് അവരെപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് തോന്നുന്നത്. അതിലൊക്കെ പെട്ടുപോയ ഒരുപാട് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. കാരണം ഈ പറയുന്ന എപ്സ്റ്റീൻ ബൈലിന്റെ ഒക്കെ ആൾക്കാരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ദുഷ്ടശക്തികളാണ് ഇത് പടച്ചു വിടുന്നതെന്ന് അറിയാതെ ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് സമുദായത്തെയും പരസ്പരം ഇതേപോലെ ഇപ്പുറത്ത് ഇസ്ലാമോഫോബിയ ഉള്ള പോലെ തന്നെ ഹിന്ദു ഫോബിയ ഉള്ള പോലെ തന്നെ സെമറ്റിക് ഫോബിയ, ക്രിസ്ത്യൻ ഫോബിയ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? മതത്തിനൊരു പ്രസക്തിയുമില്ല എന്നിവിടെ തെളിയിക്കാം. ആ തെളിയിക്കലിന്റെ ഭാഗമായിട്ടാണ് കഅബ ദേവാലയത്തിൽ എത്രയോ പേരുടെ ആദരവിന് പാത്രമായിട്ടുള്ള വിശുദ്ധ വസ്തുക്കളൊക്കെ വെറും ഒരു കാർപ്പറ്റ് പോലെ അവർ നടന്നു പോകുന്ന വഴിയിൽ അവരത് ചവിട്ടി നടക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് നശിച്ചു കിട്ടട്ടെ എന്ന ആഗ്രഹത്തോട് അതുമ നടക്കുമ്പോഴൊക്കെ അതെല്ലാം നല്ലതല്ലല്ലോ എന്ന് തോന്നുക. ഈ കഅബ നന്നാണെന്നോ അല്ലെങ്കിൽ ഈ വിശുദ്ധ വസ്തു വിശുദ്ധമായിരിക്കണമെന്നല്ലോ അവർക്ക് തോന്നുക. നശിക്കട്ടെ എന്നല്ല. അതുകൊണ്ടാണല്ലോ ചവിട്ടുന്നത്. അള്ളാഹ് എന്ന് എഴുതിയതെങ്കിലും മുഹമ്മദ് എന്ന് എഴുതിയതെങ്കിലൊക്കെ ചവിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഭാവത്തോട് കൂടിയിട്ടാണോ? ഒരിക്കലുമല്ല. ഇതൊക്കെ എങ്ങനെയെങ്കിലും നശിച്ചു കിട്ടട്ടെ, ഇതൊക്കെ നിർത്തി കിട്ടിയാൽ, ഈ മതങ്ങളുടെ ഇടപാടൊന്ന് നിർന്നു കിട്ടിയാൽ അത്രയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുധ കച്ചവടത്തിന് പല കച്ചവടങ്ങളും നടന്നു. ഈ കോവിഡ് പോലും ഉണ്ടായ സമയത്ത് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങൾ ഏതായാലും വാക്സിൻ എടുത്തിട്ടില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു, എടുത്തോരൊക്കെ കാക്കട്ടെ, അല്ലാണ്ട് എന്താ പറയുക. അന്നേ നമ്മൾ പറയുന്നുണ്ട് ഇതൊരു വലിയ കളിയുടെ ഭാഗമാണ്. ഗവൺമെന്റ് ഒക്കെ നമ്മളെ വിളിച്ച് നിങ്ങളതിൻ്റെ അംബാസിഡറാണ്, നിങ്ങളെടുത്ത് മാതൃക കാട്ടണം. ഞാൻ പറഞ്ഞു ഞാൻ ഈ ലോകത്തിൽ തന്നെ ഇപ്പം ഇല്ല, അല്ലാണ്ട് ഇപ്പം എന്താ ഞാൻ പറയാൻ എനിക്ക് നിങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലാകുമ്പോൾ ഞാൻ വരാം, ഞാൻ ഒഴിഞ്ഞു. അല്ലാണ്ട് എന്താ കാണിക്കുക? കൃത്യമായി നമ്മുടെയൊക്കെ ആരോഗ്യത്തിലും ഇവർക്ക് എത്രയും പെട്ടെന്ന് ആളുകളുടെ എണ്ണം കുറയ്ക്കും. പണ്ടൊക്കെ ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ 10 കുട്ടികളുണ്ടായിരുന്ന ഒരു കാലത്ത് 10 കുട്ടികളുണ്ടെങ്കിൽ ഉമ്മ എന്താ പറയാ, 10 കുട്ടികൾ എനിക്ക് 10 പിടി ചോറ് തന്നാൽ ഉമ്മാന്റെ വയറെന്നറിയും. കാരണം അത്രേ ഉള്ളൂ. ഉമ്മ എല്ലാവർക്കും 10 പാത്രത്തിൽ വിളമ്പും, ബാപ്പാക്ക് 11 പാത്രത്തിലും 11ാം പാത്രത്തിലും വിളമ്പും. എന്നിട്ട് ഉമ്മാക്ക് വിളമ്പാൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഉമ്മ പറയും, മക്കളെ ഒരു പിടി എനിക്ക് തരി. ആ ഒരു പിടി കിട്ടിയാൽ 10 പിടിയായി ഉമ്മ, അത് മതിയായിരുന്നു. ഇന്നിപ്പോ അങ്ങനത്തെ ഉമ്മമാരൊന്നുമില്ല. ഉമ്മമാര് അവരെന്നെ തിന്ന് വിശന്ന്, അവർക്ക് വിശപ്പൊന്നുമില്ല, അവരൊക്കെ തിന്ന് നിറഞ്ഞിട്ട് മാണെങ്കിൽ തിന്നെന്ന് പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷെ പണ്ടത്തെ കാലം അങ്ങനെയല്ല, ആള് കൂടുന്നതായിരുന്നു നല്ലത്. പാപ്പാന്റെ കൂടെ പണിക്ക് ഇറങ്ങണമെങ്കിൽ 10 മക്കളൊപ്പം ഇറങ്ങുമ്പോൾ അതൊരു പോരിച്ചായിരുന്നു. ഇന്ന് 10 മക്കളുമായിട്ട് ഒരാൾ പോകണമെങ്കിൽ എന്താ നമ്മളൊക്കെ പറയാ, നമ്മുടെ സമുദായം തന്നെ എന്താ പറയാ, അതൊക്കെ ഒരു മോശമായിട്ട് ജനസംഖ്യ നിയന്ത്രണം. ഇപ്പൊ ഉണ്ടായവരെന്ത് ചെയ്യണം? ഇങ്ങനെ കുറെ വൈറസൊക്കെ പിടിച്ച് കൊല്ലണം. ഇതിനൊക്കെ മതം ഒരു തടസ്സമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മതം തടസ്സമായി നിൽക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് മതവുമായി ബന്ധപ്പെട്ടതിനൊക്കെ ഇകഴ്ത്തുക, അതിനെയൊക്കെ നശിപ്പിക്കുക. അപ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ പുതിയ പള്ളിയൊക്കെ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത് ഇത് ദൈവത്തിന്റെ ആലയമാണെന്നോ ഇതൊരു സമാധാനത്തിന്റെ ഗേഹമാണെന്നോ ഇവിടെ സമാധാനമാണ് പറയുന്നതെന്നും സമാധാനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നോ സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാനുള്ള ഇടമാണെന്നോ ലോകത്തിന് മുഴുവനും വേണ്ടി ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടമാകും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടമാകും. എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ലോകത്ത് ഈ പറയുന്ന പ്രദേശത്തിനുണ്ടെങ്കിൽ സഹായഹസ്തമായി ഞങ്ങളിവിടെ കമ്മിറ്റികൾ ഉണ്ടാകും. ഇതിന്റെ കോർഡിനേഷൻ ഇവിടെ നിന്നായിരിക്കും എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അർത്ഥം അതാണ്. നിങ്ങൾ അതിനു വേണ്ടി നാളെ ഇവിടെ പ്രളയം വന്ന എത്ര പള്ളികൾ, എത്ര അമ്പലങ്ങൾ ഒക്കെ എത്ര പേര് അതിന്റെ അവിടത്തേക്കാണ് ആളുകൾ കൂടി വന്നത്. അവിടെയാണ് വലിയ ആളുകൾ കിടക്കാൻ നിൽക്കുന്ന സ്ഥലം. ആ നിലമ്പൂരൊക്കെ ഉരുളുപൊട്ടിയ സമയത്ത് ശവശരീരങ്ങൾ ഒഴുകി വന്നതിനെ കരക്കടിപ്പിച്ചത് എവിടെ കൊണ്ട് കിടത്തും?
പള്ളികൾ വിട്ടുകൊടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. പോത്തുകല്ലൊക്കെ ഉള്ള ജുമാ മസ്ജിദില് കൊണ്ട് നിരത്തി കിടത്തിയിരിക്കുകയായിരുന്നു. ഒന്നാലോചിച്ചു, തലയില്ലാത്ത ജഡങ്ങൾ, ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ എന്നറിയാത്ത ജഡങ്ങൾ, ചീഞ്ഞളിഞ്ഞത്, മുസ്ലിമിൻ്റെതാണോ മുസ്ലിമിൻ്റെതാണോ ഒന്നും നോക്കാതെ എല്ലാം പള്ളികളിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള. കാരണം പല സ്കൂളുകളിലും വേണ്ട വെള്ളവും വെളിച്ചൊന്നുമില്ല. എന്നാൽ മസ്ജിദില് വെള്ളം ഉണ്ടാവും. കാരണം ഇതുണ്ടാക്കാൻ വെള്ളം വേണം. ഇങ്ങനെയൊക്കെ സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും ഭവനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പലർക്കും പേടിയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പള്ളി ഉദ്ഘാടനത്തിന് ഏറ്റവും കൂടുതൽ വിളിക്കപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എനിക്കൊരു ഭയങ്കര സമാധാനമാണ്. ഈ പള്ളികളൊക്കെ ഇനിയും ഉണ്ടാകണം, അടുത്തടുത്ത് ഉണ്ടാവണം. അതിന്റെ അർത്ഥം എന്താ? അടുത്തടുത്ത് ഉണ്ടായ അത്രയധികം സേവനങ്ങളാണ് ആ സമൂഹത്തിന് കിട്ടുന്നത്. ആ മുസ്ലിം സമുദായത്തിന് മാത്രമെന്നല്ല ഞാൻ ഉദ്ദേശിച്ച സമൂഹത്തിന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില പള്ളികളിൽ നോമ്പായി കഴിഞ്ഞാൽ കിറ്റ് വിതരണം ചെയ്യും. അതിലൊരിക്കലും മുസ്ലിമിന്റെ പേര് മാത്രം തെരഞ്ഞെടുത്തിട്ടല്ല കൂടെ. അവരൊക്കെ ആരൊക്കെയാണോ അതിന്റെ ചുറ്റുമുള്ള ഗുണഭോക്താക്കൾ. ഒരു പള്ളി ഉദ്ഘാടനം ഞാൻ ഷൊർണൂരടുത്ത് ചെന്നപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ കുറച്ച് നേരത്തെ ചെന്നു. അവിടെ ചെന്നപ്പോ ആ നാട്ടിലെ ആ മഹലുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ ഒരു ദ്വീപ് പോലെ ഇങ്ങനെ ചുറ്റും പാടത്തിന്റെ നടുക്ക് വലിയൊരു സ്ഥലമാണ്. 10,500 പേരെ കുടുംബമുണ്ടാകും ദ്വീപിൽ. ചുറ്റും ഇങ്ങനെ ഒരു പാഠമാണ്. ആ ദ്വീപ് പോലെയുള്ള ആ സ്ഥലത്തെ എല്ലാ വീടുകളിലേക്കും അവർ ഭക്ഷണം എത്തിച്ചു, അങ്ങോട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ നമ്പൂതിരിമാരുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ നമ്പൂതിരിമാരുള്ള സ്ഥലമാണ് ആ ഒരു ഏരിയ. എന്നിട്ട് എന്നെ കൊണ്ടുപോയത് ഒരു മാഷ വീട്ടിലേക്കായിരുന്നു, നമ്പൂതിരി മാഷ. അവിടെ ഒക്കെ മാഷാണ്. അവിടെ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു, ഇവിടെയും ഭക്ഷണം കൊടുത്തു ചോദിച്ചപ്പോൾ അവരുടെ രീതിയിൽ അവർക്ക് തൃപ്തിപ്പെട്ട ഒരാളെ വെച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ കൊടുക്കാൻ പാകത്തിന് ശുദ്ധിയോടും വൃത്തിയോടും കൂടി അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. അല്ലാത്തവർക്ക് പള്ളിയിൽ നിന്ന് ഉണ്ടാക്കി അതാത് വീട് എല്ലാവരുടെയും വയർ നിറച്ചതിന് ശേഷമാണ് ഉച്ചയ്ക്ക് 1 മണിക്ക് മുഴുവൻ വീടുകളിലും എത്തിച്ചു കഴിച്ചു. എന്നിട്ടാണ് അസർ നമസ്കാരത്തോടുകൂടി പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ഇതൊക്കെ പറയാതിരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? ഇതൊക്കെ ഞാൻ പോയി കണ്ടതാണ്, ധാരയിലും കണ്ട് പറയണ കേട്ടതല്ല. ഇങ്ങനെ ഓരോ പള്ളി ഉദ്ഘാടനം, ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയുടെ ഉദ്ഘാടനം ഞാൻ ഒരർത്ഥത്തിൽ അതിന്റെ ഫലകം നീക്കിയത് ഞാനാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. നിസ്കരിച്ചതിന്റെ ഉദ്ഘാടനം നടത്തിയത് വേറെ ആൾക്കാരാണ്. എന്നിരുന്നാലും അതിന്റെ ഫലകമൊക്കെ നീക്കി ഇങ്ങനെ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഫലകം ഉണ്ടല്ലോ, അത് ഉദ്ഘാടനം ചെയ്ത ആളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി, ഏറ്റവും ചെറിയ പള്ളി, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളുടെയും ഉദ്ഘാടനത്തിലേക്ക് പോകാൻ പറ്റും. എവിടെയും കാണുന്ന ഒരേ സാധനമാണ്, ഒരേ വികാരമാണ് അവിടെയൊക്കെ കാണുന്നത്. എന്താണ്? ദൈവത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ സജ്ജമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് കണ്ണും കാതുമില്ല. കണ്ണും കാതുമില്ലാത്ത ദൈവത്തിന് നിങ്ങളെ പ്രതിനിധികളാക്കേണ്ടത് നിങ്ങളൊക്കെ ഖലീഫയാണ്. ദൈവത്തിന്റെ ഖലീഫമാരാകണം. ആ ദൈവത്തിന്റെ ഖലീഫമാരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം പ്രതിനിധി. ഈ രാജാവ് മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യത്യാസങ്ങളുണ്ട്. രാജാവ് വാഴാൻ വേണ്ടിയിട്ടാണ് രാജവാഴ്ച എന്ന് പറയുന്നത്. എന്നാൽ ഖലീഫയുടെ ഭരണം നമ്മൾ പറയും. ഖലീഫ എന്ന് പറയുന്നത് പ്രതിനിധിയാണ്. വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധി, ദൈവത്തിന്റെ പ്രതിനിധി, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പ്രതിനിധി, ഒരു അംബാസഡറാണ്. ഇത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ഓരോ വിശ്വാസിയും വിളിക്കപ്പെടും. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ ദൈവം പറയുന്നത്. എങ്ങനെ ആദരിച്ചിരിക്കുന്നത്? ആദം സന്തതികളിലെ ഓരോരുത്തരെയും ദൈവം കാണുന്നത് തന്റെ പ്രതിനിധിയായിട്ടാണ്. അതെന്താ ഈ ആദം സന്തതികളെ മാനിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയാൻ? എന്താ പോത്തും സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു, ആനക്കുട്ടികളെ, ആനസന്തതികളെ, അല്ലെങ്കിൽ കുതിരക്കുട്ടികളെ, മയിലിന്റെ മക്കളെയൊക്കെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയാത്തത് എന്താ? അതൊന്നും ദൈവത്തെ പ്രതിനിധീകരിക്കുന്നില്ല. ഒരു ആനയും ഒരു കുതിരയും ഒരു പോത്തും ഒരു മയിലും ഒന്നും ദൈവത്തെ പ്രതിനിധീകരിക്കുന്നില്ല.
കാരണം അവരിലൂടെയൊന്നും ദൈവത്തിന് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ദൈവത്തിന് കഴിയില്ല. ദൈവത്തിന് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യ മനസ്സിലൂടെ മാത്രമേ കഴിയൂ. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്നുള്ള. നിങ്ങൾ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിന് പ്രധാനമായും പങ്കുവഹിച്ച അല്ലെങ്കിൽ പ്രധാനമായും ഇതിന്റെ നടത്തിപ്പും അല്ലെങ്കിൽ ഇതിന്റെ സ്പോൺസർഷിപ്പൊക്കെ ചെയ്ത ആളുകളെ നമ്മളിവിടെ ആദരിച്ചു. ദൈവം അവർക്കൊക്കെ ധാരാളമായ അനുഗ്രഹം കൊടുക്കട്ടെ. അവരെ ഇഹത്തിലും പരത്തിലുമൊക്കെ അവർക്ക് നന്മ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കുമ്പോൾ അതൊരു മനുഷ്യനിലൂടെയാണ് ദൈവത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് ഇവിടെ ഒരു വലിയ പള്ളി ഉണ്ടാക്കും. അത് വലിയ അത്ഭുതമാവും. നമ്മളൊക്കെ ഇവിടെ നിപ്പിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയ പള്ളി ഉണ്ടായാൽ ഒരു അല്ലെങ്കിൽ ജിന്നുകളെയോ മാലാഖമാരെയോ വിട്ട് പള്ളി ഉണ്ടാക്കും. അങ്ങനെ ചില സ്ഥലത്ത് പറയാറുണ്ട്, ജിന്നുണ്ടാക്കിയ പള്ളിയാന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ അത്ഭുതമാണ്. ദൈവത്തിന് എന്നിട്ട് മനുഷ്യനോട് വന്ന് നിങ്ങൾ നിന്നോളി എന്ന് പറയാം. പക്ഷെ ദൈവത്തിന്റെ രീതി അതൊന്നും അല്ല. ദൈവത്തിന്റെ രീതി എന്ന് പറയുന്നത് മനുഷ്യനിലൂടെ തോന്നിക്കണം, മനുഷ്യ മനസ്സിലൂടെ തോന്നിക്കണം. മനുഷ്യനെയാണ് പ്രചോദിപ്പിച്ച് അവൻ ദൈവത്തിന്റെ മനസ്സിൽ ചിന്തിക്കുന്ന ആളായി മാറി. ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുടെ പുനരുദ്ധാരണമോ അല്ലെങ്കിൽ ഇതൊന്ന് പുതുക്കി പണിയണമെന്നോ ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു മനസ്സിലൂടെ ദൈവത്തിനോട് അടിമപ്പെട്ട ഒരു മനുഷ്യൻ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, ഈ പള്ളിയുടെ പണി ഞാൻ ഏറ്റെടുക്കണം, ഈ പള്ളിയുടെ പണി ഞാൻ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പള്ളി പണിക്ക് വേണ്ടി സഹായിക്കാം, അതിന്റെ കട്ടില ഞാൻ ചെയ്യാം, അതിന്റെ മിനാരം ഞാൻ ചെയ്യാം, അതിലേക്കുള്ള വിരിപ്പ് ഞാൻ വാങ്ങാം, അതിലേക്കുള്ള മെമ്പറും ഞാൻ സ്പോൺസർ ചെയ്യാമെന്നൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരണം. അത് ദൈവം തോന്നിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. പലർക്കും തെറ്റെന്നിട്ട് ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്നല്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി നിങ്ങൾ അടിമപ്പെടുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസി. ഞാനത് ചെയ്യണമെന്ന് ദൈവം ഒരിക്കലും പറയില്ല. ആരോടും പോയി എഴുത്തു കൊടുക്കൂല. നാട്ടിലൊരു പള്ളി പണിയുണ്ട്, നിങ്ങൾ 2 കട്ടിലവിടെ കൊടുക്കണമെന്ന് ദൈവം എഴുതി കൊടുക്കൂലാർക്കും. അങ്ങനെ കൊടുത്ത ചരിത്രമുണ്ടോ എനിക്കറിയില്ല. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കൊണ്ട് തന്നോ? ദൈവം വല്ല ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വല്ല എഴുത്തും തന്നിക്കണോ? നിങ്ങളുടെ മനസ്സ് ദൈവത്തോടൊപ്പം നിൽക്കുമ്പോൾ وأن المساجد لله فلا تدعوا مع الله أحدا